ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ച് നേരെ ഇറങ്ങിയ എല്ലാ ദിവസവും രാവിലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നേരത്തെ ഭക്ഷണം ഒരാളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. പൂരിയും കിഴങ്ങറിയും ചായയും വടയുണ്ട് കേട്ടോ. അങ്ങനെ അത് ഓരോന്നോരോന്ന് നുള്ളിപ്പറക്കി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പൂരിയും കഴിച്ച് നേരെ ഇറങ്ങി കേട്ടോ മഠത്തിലോട്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങി വെച്ച ഒരു കാര്യം നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. വേറെ പോലെ നമ്മൾ ഭഗവാൻ മുരുകനെ വരയ്ക്കാൻ പോകാം. എന്നാൽ പിന്നെ വേഷം അങ്ങ് മാറിക്കളയാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നലെ വരച്ച ഔട്ട്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ മുരുകന്റെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, വരയ്ക്കാൻ അങ്ങ് തുടങ്ങിയ എല്ലാപ്പോഴത്തെ പോഴും മുഖത്ത് തന്നെ തുടങ്ങി കേട്ടോ. അങ്ങനെ ഭഗവാന്റെ മുഖവും ശരീരവും എല്ലാം വരച്ച് കഴിഞ്ഞു. അതേ കളറിന് ഹെയറിനും കൊടുത്തു കേട്ടോ ശകല ഷെയ്ഡ്. അത് കഴിഞ്ഞ് ഭഗവാന്റെ വേലിലും ആഭരണങ്ങൾക്ക് എല്ലാം ഒരു ഗോൾഡ് ടച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഭഗവാന്റെ ഉടയാടെ ഒരു പച്ച കളർ കൊടുത്തു കേട്ടോ. ബാക്കിയുള്ള വസ്ത്രത്തിൽ ഒരു മഞ്ഞ കളറാട്ടോ കൊടുത്തത്. മഞ്ഞയുടെ മുകളിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊണ്ട് കൊടുത്തു കേട്ടോ. ഭഗവാന്റെ തോളത്തിടുന്ന വസ്ത്രത്തിൽ ഒരു പർപ്പിൾ കളറാട്ടോ കൊടുത്തത്. അത് കഴിഞ്ഞ് ഭഗവാന്റെ വാഹനമായ മയിലിന്റെ ഒരു നീല കളറാട്ടോ കൊടുത്തു. ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഡാർക്ക് ബ്ലൂ കൂടെ അടിച്ചു കേട്ടോ. കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടി ഓരോരോ കറുപ്പ് ഡോട്ട് കൊണ്ട് കൊടുത്തു കേട്ടോ. ബാക്കിയുള്ള നീല കളർ ഓരോരോ മൈപ്പിയിൽ ഉള്ളിലുള്ള കണ്ണിൽ അടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഭഗവാന്റെ കുറിയിലും ബാക്കി രത്നങ്ങളിലെല്ലാം ചുവന്ന കളർ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഭഗവാനിരുന്ന പീഠത്തിൽ ഒരു ഗ്രേ കളർ കൊടുത്തു. പീഠം ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വൈറ്റ് കളർ കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഞാൻ വരക്കാൻ കാണാൻ വേണ്ടി പിള്ളേർ ഇന്ന് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ബ്ലാക്ക് കളർ കൊണ്ട് ഭഗവാന്റെ മുടിയിലെല്ലാം അടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഡീറ്റെയിലിംഗ് എല്ലാം തുടങ്ങി കേട്ടോ. കണ്ണ്, ചുണ്ട്, മൂക്കെല്ലാം ഇപ്പോൾ തന്നെ ഒരു ഏകദേശ രൂപം ആയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ള കളറുണ്ട്. ഭഗവാന്റെ 3 കുറിയും വരച്ച് മുടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് നേരെ മൈപ്പിയിലേക്ക് പച്ച കളർ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അവസാന ഭഗവാന്റെ പൂണൂലോട് വരച്ചപ്പോൾ ഭഗവാന്റെ രൂപം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉടുത്തിരുന്ന വസ്ത്രം തിരുച്ചെന്തൂർ കാവടിക്ക് പോയി മേടിച്ചതാട്ടോ. സുഹൃത്തുക്കളെ, ഇപ്പൊ ഭഗവാനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 10:30-11 മണി ഞാൻ തോന്നിയ റൂമിലെത്തി വരച്ച് തുടങ്ങി. ഇപ്പൊ മണി 2:30 കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് ഇത്രയും സമയം എടുത്തു. അതിനിടയ്ക്ക് ഞങ്ങൾ അമ്പലത്തിൽ വരച്ചിൽ വന്ന പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൂടെ കുറച്ച് സംസാരിച്ചിരുന്നു. ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇനി ഭക്ഷണം കഴിക്കും. ഭഗവാനെ വരച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത ആരെ വരയ്ക്കേണ്ടത് കൂടി കമന്റ് ചെയ്യുക. ഒരുപാട് പേര് ചോദിച്ചു മുന്നേ വരയ്ക്കാനോ എന്തെങ്കിലും പോയിട്ടുണ്ടോ, പഠിക്കാൻ പോയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ പഠിക്കാനൊന്നും പോയിട്ടില്ല. സ്വന്തമായിട്ട് വരച്ച് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ ഫോണിന്റെ ചാർജ് തീർന്നിട്ടുണ്ടെങ്കിൽ ചാർജ് കിട്ടണം. അതിനിടയിൽ പോയി ഭക്ഷണം കഴിക്കണം. എല്ലാം കഴിഞ്ഞ് വീഡിയോ എത്തി തീർക്കണം. അപ്പം ഇത്രയുള്ള വീഡിയോ അടുത്ത പടി കാണാം. ബൈ.